നമസ്കാരം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സന്തോഷത്തോടും ആരോഗ്യത്തോടും തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അധികം വൈകിയാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Hello everyone, welcome back to our new learning video. So today we are going to learn about measurement, length, weight and capacity. What is length, weight and capacity? ഇത് മൂന്ന് ഏതൊക്കെയാണ് നമ്മൾ നോക്കാം. അതിന്റെ എക്സാമ്പിൾ സഹിതം നമുക്ക് നോക്കാം. ലെങ്ത്, വെയിറ്റ്, കപ്പാസിറ്റി ഇതിന്റെ എക്സാമ്പിൾസ് സഹിതം നോക്കാം. അതോടൊപ്പം തന്നെ ഇത് എന്താണെന്നും ഇത് എങ്ങനെയാണ് കൺവേർഷൻ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത സെക്ഷനിൽ പറയാം. ലെങ്ത് tells us how long or short something is. അതായത് ഒരു വസ്തുവിന്റെ നീളം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. ഒരു വസ്തുവിന്റെ നീളം എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെങ്ത് യൂസ് ചെയ്യുന്നത്. വി മെഷർ ലെങ്ത് യൂസിങ് യൂണിറ്റ്സ് ലൈക്ക് millimeter, then centimeter, then meter, then kilometer. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ലെങ്ത്തിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ദെൻ മീറ്റർ, കിലോമീറ്റർ. അപ്പം ഫോർ എക്സാമ്പിൾ പെൻസിലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 സെന്റിമീറ്റർ. പിന്നെ റോഡിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 കിലോമീറ്റർ. അപ്പൊ അതിന്റെ കൺവേർഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. 1 meter is equal to 100 centimeter. 1 meter is equal to 100 centimeter. Then 5 kilometer is equal to എത്രയാ 5000 meter. 5 kilometer എന്ന് പറയുമ്പോൾ 5000 meter. 1 meter എന്ന് പറയുമ്പോൾ 100 centimeter. ഇതൊക്കെയാണ് ലെങ്ത്തിന്റെ ഒരു എക്സാമ്പിൾ. ലെങ്ത് കണ്ടു. ഇനി വെയിറ്റ് എന്താണ്? വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് എന്ന് പറയുന്നത് വസ്തുവിന്റെ നീളം. ഈ വസ്തുവിന്റെ ഭാരത്തെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. വസ്തുവിന്റെ ഭാരം നോക്കുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അളക്കുന്നതിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ നീളം അളക്കുന്നതിനെ അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുക കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് വസ്തുവിന്റെ ഭാരം. ഫോർ എക്സാമ്പിൾ റൈസ് ബാഗ് 5 kg, then ആപ്പിൾ 500 ഗ്രാം. ഇതിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് മില്ലിഗ്രാം ഉണ്ട്, ഗ്രാം ഉണ്ട്, കിലോഗ്രാം ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ യൂണിറ്റ്സ് വന്നിട്ട്. റൈസ് ബാഗിന് 5 kg, ആപ്പിളിന് 500 ഗ്രാം ആണ്. അപ്പൊ മില്ലിഗ്രാമും ഗ്രാമും കിലോഗ്രാമാണ് ഇതിന്റെ വെയിറ്റിന്റെ യൂണിറ്റ്സ് വന്നിട്ട്. ഒരു വസ്തുവിന്റെ ഭാരം നോക്കുന്നതിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ നീളം നോക്കുന്നതിന് നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത്. വെയിറ്റിന്റെ കൺവേർഷൻ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 1 kg എന്ന് പറയുമ്പോൾ 1000 ഗ്രാം ആണ്. ഇതാണ് അതിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത്. 1 kg is equal to 1000 ഗ്രാം. നമുക്ക് കപ്പാസിറ്റി എന്താണെന്ന് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മച്ച് ലിക്വിഡ് സംതിങ് ക്യാൻ ഹോൾഡ്. ഒരു പാത്രത്തിൽ എത്ര ലിക്വിഡ് നമുക്ക് അടയ്ക്കാം, അതിനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ്സ് വന്നിട്ട് എന്താണ്? മില്ലിലിറ്റർ ഉണ്ട്, ലിറ്റർ ഉണ്ട്. മെഡിസിന് നമ്മൾ 5 ml, ദെൻ മിൽക്ക് 1 ലിറ്റർ. ഇതാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു പാത്രത്തിൽ എത്ര ലിക്വിഡ് നമുക്ക് അടയ്ക്കാം, അതിനാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. വസ്തുവിന്റെ ഭാരത്തെ അളക്കുന്നതിന് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നു. വസ്തുവിന്റെ നീളത്തെ നീളം എത്രയാണെന്ന് നോക്കാനായിട്ട് നമ്മൾ ലെങ്ത് യൂസ് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ മൂന്നിന്റെ ഇതെന്ന് പറയുന്നത്. കപ്പാസിറ്റിയുടെ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ 1 ml എന്ന് പറയുമ്പോൾ 1000 ലിറ്റർ ആണ്. ഇതാണ് വരുന്നത്. 1 ml എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ. ഇതാണ് കൺവേർഷൻ. കപ്പാസിറ്റിയുടെ കൺവേർഷൻ എന്ന് പറയുന്നത്, കൺവേർഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 milliliter എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. അപ്പം ഒരു പാത്രത്തിൽ എത്ര ലിക്വിഡ് നമുക്ക് അടയ്ക്കാം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റി യൂസ് ചെയ്യുന്നു. വെയിറ്റ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരു എത്ര ഭാരം ഉണ്ടെന്ന് നമുക്ക് നോക്കാനായിട്ട് പറ്റും. വെയിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഭാരമാണ് വെയിറ്റ്. ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിന്റെ നീളം എത്രയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെങ്തിനെ യൂസ് ചെയ്യുന്നു. ലെങ്തിന്റെ യൂണിറ്റ് വന്നിട്ട് എന്താണ്? സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. ദെൻ വെയിറ്റിന് എന്ന് പറയുന്നത് ഗ്രാം, കിലോഗ്രാം. ദെൻ കപ്പാസിറ്റിയുടെ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മില്ലി ലിറ്ററും ലിറ്ററും. കൺവേർഷൻ യൂണിറ്റ് എന്താണെന്ന് അറിയോ? കൺവേർഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെങ്ത്തിന്റെ വെയിറ്റിന് കപ്പാസിറ്റിയുടെ കൺവേർഷൻ യൂണിറ്റ് കണ്ടു അല്ലേ? അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചിങ് 1 യൂണിറ്റ് ടു അനദർ ആണ് കൺവേർഷൻ യൂണിറ്റ്. ഫോർ എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5000 ഗ്രാം എന്ന് പറയുമ്പോൾ 5 kg ആണ്. ദെൻ 1000 മില്ലി ലിറ്റർ എന്ന് പറയുമ്പോൾ 100 മില്ലി ലിറ്റർ എന്ന് പറയുമ്പോൾ 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ആണ്. ദെൻ 100 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1 മീറ്റർ ആണ്. ഇതാണ് ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. 100 മില്ലി ലിറ്റർ 1 ലിറ്റർ, 100 കിലോമീറ്റർ 1 മീറ്റർ, 5000 ഗ്രാം എന്ന് പറയുമ്പോൾ 5 kg. ഇതാണ് എൻ്റെ ഒരു എക്സാമ്പിൾ. കൺവേർഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ചേഞ്ചിങ് 1 യൂണിറ്റ് ടു അനദർ. യൂണിറ്റ് മറ്റൊന്നാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ കൺവേർഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ചേഞ്ചിങ് 1 യൂണിറ്റ് ടു അനദറിനാണ് കൺവേർഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 5000 ഗ്രാം 5 kg, 100 ml 1 ലിറ്റർ, ദെൻ 100 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1 മീറ്റർ. ഇതാണ് കൺവേർഷൻ. ഒരു ആക്ടിവിറ്റി പറയട്ടെ, ഒരു ഇൻട്രാക്ടിങ് സെക്ഷൻ ആണ്. അപ്പം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, പിന്നെ നിങ്ങൾ അതിനുള്ള ഉത്തരം പറയാം. ലെറ്റ്സ് ട്രൈ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഹൗ മെനി ഗ്രാംസ് ഇൻ 3 kg? ഹൗ മെനി ഗ്രാംസ് ഇൻ 3 kg? എത്ര ഗ്രാം നമുക്ക് കിലോഗ്രാമിൽ കാണാനായിട്ട് പറ്റും? അതാണ് നമ്മുടെ 3 കിലോഗ്രാമിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ചോദ്യം. അപ്പം എന്താണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്? 5000 ഗ്രാമാണ് 5 kg എന്ന് പറയുമ്പോൾ. അപ്പം 3000 ഗ്രാം എന്ന് പറയുമ്പോൾ 3 kg ആണ്. ഇതാണ് ഉത്തരം വരുന്നത്. ഹൗ മെനി ഗ്രാംസ് ഇൻ 3 kg എന്ന് പറയുമ്പോൾ 3000 ഗ്രാം ഈക്വൽ ടു 3 kg. ഇതിനെയാണ് നമ്മൾ കൺവേർഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു യൂണിറ്റിന് മറ്റൊന്നാക്കി മാറ്റുന്നതിനാണ് കൺവേർഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൺവേർഷൻ യൂണിറ്റ് വന്നിട്ട് 5000 ഗ്രാം 5 kg, 100 ml 1 ലിറ്റർ, 100 കിലോമീറ്റർ 1 മീറ്റർ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിലോഗ്രാം ആണ്. അതിപ്പോൾ വെയിറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. വെയിറ്റിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം, ഗ്രാമും വന്നിട്ട്. അപ്പം 3000 ഗ്രാം ഇസ് ഈക്വൽ ടു 3 kg. ഇതാണ് ഇതിന്റെ ഉത്തരം. ടുഡേ വി ലേൺ അബൌട്ട് ലെങ്ത്, വെയിറ്റ്, capacity and unit conversion. Practice this daily to become perfect. Thanks for watching. See you next video. Bye.